കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെയും മറ്റു കേന്ദ്രമന്ത്രിമാരെയും സന്ദർശിക്കാൻ ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വ്യോമയാന മന്ത്രിയെ കണ്ടപ്പോൾ കേരളത്തിന് അടിച്ചത് ബമ്പർ സമ്മാനം. ഇരട്ട സമ്മാനം എന്നൊന്നും പറഞ്ഞാൽ തീരില്ല. 3 സമ്മാനങ്ങൾ. ശബരിമലയ്ക്ക് തീർത്ഥാടകർക്കായി എരുമേലിയിൽ വിമാനത്താവളം, ബേക്കലിലും മൂന്നാറിലും എയർ സ്ട്രിപ്പ് എന്നിവയാണ് കേരളത്തിനു വേണ്ടി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. സ്ഥലം കണ്ടെത്തിക്കൊടുത്താൽ എല്ലാ തോട്ടൻകരകളിലും വിമാനത്താവളത്തിന് അനുമതി നൽകാമെന്ന് കേന്ദ്രം ഉറപ്പു നൽകിയത്രേ. ഞാൻ നേരെ ഡൽഹിക്ക് പോയി കേന്ദ്ര ഗവൺമെന്റിനെ നേരിട്ട് കണ്ടു. പരുത്തിപ്പാറയിലെ പട്ടിണി പാവങ്ങളായ ജനങ്ങൾക്ക് ഒരു വിമാനത്താവളം കിട്ടിയേ തീരുവെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഇപ്പം നടപ്പാകേണ്ടതല്ല, ഭാവിയിൽ നടപ്പാകേണ്ടത്. ഇപ്പം ശബരിമല സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. 3 കോടി തീർത്ഥാടകരെത്തുന്ന ഒരു ആരാധനാ കേന്ദ്രമാണ് ശബരിമല. അവിടെ ആയിരക്കണക്കിന് ആളുകൾ വിമാനത്തിൽ വന്നിറങ്ങാൻ താല്പര്യമുള്ളവരാണ്. അപ്പം അതിനുവേണ്ടി ഒരു വിമാനത്താവളം അനുവദിക്കേണ്ടതുണ്ട് എന്നാവശ്യപ്പെട്ടു. ആദ്യമൊന്നും അവരെന്റെ ആവശ്യം ചെവി കൊണ്ടില്ല. പക്ഷേ ഞാൻ വിട്ടില്ല. ഒരു ദിവസം ക്ഷമകെട്ട ഞാൻ ഒരു കേന്ദ്രമന്ത്രിയുടെ ചെകിട്ട് തടിച്ചു. ഒടുവിൽ നിവൃത്തിയില്ലാതെ അവർ നമുക്ക് വിമാനത്താവളം തന്നു. അത് സ്ഥലം നിർദ്ദേശിച്ചാൽ ആവശ്യമായ തീരുമാനമെടുക്കാൻ തയ്യാറാണ്, NOC നൽകാൻ തയ്യാറാണ് എന്ന നിലപാട് സിവിൽ ഏവിയേഷൻ മന്ത്രി സ്വീകരിച്ചിട്ടുണ്ട്. എരുമേലിക്കടുത്ത് ആവശ്യമായ സ്ഥലമുണ്ട്. ആ സ്ഥലം ഒന്നുകൂടി കേരളത്തിലെത്തി ചർച്ച ചെയ്ത് തീരുമാനിച്ച് അറിയിക്കുകയും ചെയ്യും. കല്യാണ സമയത്ത് എന്റെ ജാതകം നോക്കിയപ്പോ അതിലുണ്ടായിരുന്നു വിമാനത്താവളോ. അല്ല, എനിക്ക് വിമാനത്തിൽ കയറാനുള്ള ഭാഗ്യമുണ്ടെന്ന്. ആണോ? പിന്നെ 2 എയർ സ്ട്രിപ്പുകൾ ചോദിക്കുകയുണ്ടായി. അതിൽ ബേക്കൽ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വന്നിറങ്ങാനുള്ള ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്ക് എയർ സ്ട്രിപ്പ് ഒരുക്കുന്നത് സൗകര്യമായിരിക്കും. ബസിന്റെയും കാറിന്റെയും 10 ഇരട്ടി സ്പീഡാത്ര വിമാനത്തില് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് കുറെ വിരുന്നുകാരി കയറി വന്നു. നോക്കുമ്പോ മീനില്ല, പച്ചക്കറിയില്ല. 10 കിലോമീറ്റർ അപ്പുറത്തുള്ള മേലത്തങ്ങാടി പോണം. 1 മിനിറ്റ് അങ്ങോട്ട്, 1 മിനിറ്റ് ഇങ്ങോട്ട്. ആകെ കൂടി 5 മിനിറ്റ് കൊണ്ട് സാധനം വാങ്ങി വീട്ടിലെത്താം. അതുപോലെ മൂന്നാർ അടക്കമുള്ള ടൂറിസ്റ്റ് കേന്ദ്രം ഉൾക്കൊള്ളുന്ന ജില്ലയാണ് ഇടുക്കി. ഇടുക്കിയിലും അതുപോലൊരു സൗകര്യം, എയർ സ്ട്രിപ്പിനുള്ള സൗകര്യം ഒരുക്കുന്നത് നന്നാവും. പക്ഷേ വിമാനത്തിന്റെ ടിക്കറ്റിന് വലിയ വിലയല്ലേ? അയ്യോ, നാട്ടുകാർക്ക് കൺസെഷൻ കിട്ടുമല്ലോ. അത്തരം കാര്യങ്ങളിൽ ആവശ്യമായ രീതിയിൽ പരിഗണിക്കാമെന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതെന്റെ അച്ഛന്റെ സ്ഥല 65 സെന്റ്. അത് ഈ വിമാനത്താവളത്തിന് വേണ്ടി സർക്കാർ ഏറ്റെടുത്തെന്ന് കേട്ടു. പവർ ഓഫ് അറ്റോർണി കൊണ്ടുവന്നിട്ടുണ്ട്. പണവും വാങ്ങി ഇന്ന് വൈകുന്നേരത്തെ വണ്ടിക്ക് തന്നെ പോണം. ഇനി എത്താൻ വൈകിയതിന് വഴക്ക് പറയുമെന്ന് എന്റെ പേടി. സർക്കാരോ? ഇപ്പോഴത്തെ സർക്കാർ വെറും പാവാ. കമാന്ന് അക്ഷരം വിട്ടൂല. സഹകരണ ബാങ്കുകൾ നേരിടുന്ന പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി ഇന്ന് ഡൽഹിയിൽ വിളിച്ചു ചേർത്ത MPമാരുടെ യോഗത്തിലേക്ക് പാവം നമ്മുടെ സുരേഷ് ഗോപിയെ വിളിച്ചില്ല. നോമിനേറ്റഡ് MP ആയതുകൊണ്ടാണോ എന്നറിയില്ല സുരേഷ് ഗോപിയെ വിളിക്കാത്തത്. പണ്ട് വിളിക്കാതെ NSS പ്രതിനിധി സഭ ഹാളിലേക്ക് കടന്നു ചെന്നതിന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ചീത്ത പറഞ്ഞ് ഓടിച്ച അനുഭവം ഉള്ളതിനാലാകാം ക്ഷണിക്കാത്ത യോഗത്തിലേക്ക് സുരേഷ് ഗോപി പോകാത്തത്. അല്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് അവർക്ക് തോന്നിക്കാണും. കാരണം അത് ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരാളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. അത് മതിയാവുമായിരിക്കും. ഒരു എതിർപ്പുമില്ല. ഇതിനെ സംബന്ധിച്ച് ഞാൻ കണ്ണൂർ പ്രശ്നമായാലും ശരി തന്നെ, കേരളത്തിൻ്റെ ഇപ്പം വിഴിഞ്ഞം പദ്ധതി കുളച്ചലുമായിട്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും വിജയേട്ടൻ എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് പ്രധാനമന്ത്രി അടുത്ത് പോയിട്ടുണ്ട്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി എങ്ങാനുമായാൽ ഫയലും മെമ്മോറാണ്ടവുമായി പിണറായി വിജയൻ കാണാൻ പോകേണ്ടി വരും. ചിലരുടെ തലവര തെളിയുന്നത് എപ്പോഴാണ് എന്നറിയില്ല. വക്രദൃഷ്ടിയിൽ വീണ്ടും ഇടവേള.
നോട്ടിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് നടൻ ശ്രീനിവാസൻ. നമ്മുടെ സ്വന്തം പൈസ ബാങ്കിൽ നിന്ന് നമുക്ക് എടുക്കാൻ വേറൊരു ശക്തി വന്നിട്ട് നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ പൈസ എന്ന് പറയുന്ന സംഭവം പോയി കഴിഞ്ഞു.